Hello students, so in the class we are going to discuss about a topic called access control. Okay, access control എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പല ടോപ്പിക്സുമായിട്ട് ബന്ധമുള്ളതാണ്. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സിൽ നമ്മൾ ഇൻഫർമേഷൻ ഹൈഡിങ് പറഞ്ഞിരുന്നു, ഡേറ്റ എൻക്യാപ്സുലേഷൻ പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളിലൊക്കെ വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. എന്താണ് ഈ ആക്സസ് കൺട്രോൾ? സാധാരണഗതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവർക്കും ആക്സസ് കൊടുക്കില്ല, അല്ലെങ്കിൽ ആക്സസ് കൊടുക്കുമ്പം അവർക്ക് ഇത്ര മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, മുഴുവനായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള ചില റീസ്ട്രിക്ഷൻസ് കൊടുക്കുമല്ലോ. അതാണ് ഈ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ കേസിൽ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ മുകളിലാണ് ഈ ആക്സസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ടേം ആപ്ലിക്കബിളായിട്ട് വരുന്നത്. ക്ലാസ്സിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളത്? ക്ലാസ്സിൻ്റെ അകത്ത് ഡേറ്റയും ഉണ്ട്, മെത്തേഡ്സും ഉണ്ട് അല്ലേ. സോ ഈ ക്ലാസ്സിൻ്റെ അകത്തുള്ള ഡേറ്റ, അല്ലെങ്കിൽ ഒരു ക്ലാസ് ഇൻസ്റ്റൻഷ്യേറ്റ് ചെയ്യുമ്പം ഒബ്ജക്റ്റ് ഉണ്ടാവും, റൈറ്റ്? ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സിൻ്റെ ഡേറ്റ, ഓരോ ഒബ്ജക്റ്റും ഓരോ ഡേറ്റ ഉണ്ടാവും. ഇപ്പം സ്റ്റുഡൻറ്റ് ഒബ്ജക്ട്സ് എടുക്കുന്നതാണെങ്കിൽ സ്റ്റുഡൻറ്റ്, ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് സേ റഷീദ എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ്, ആ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ എന്ന് പറഞ്ഞാൽ ആ സ്റ്റുഡൻറ്റിൻ്റെ മാത്രം ഡേറ്റയാണല്ലേ. ആ സ്റ്റുഡൻറ്റിൻ്റെ മാർക്സ് ആയിരിക്കും, ആ സ്റ്റുഡൻറ്റിൻ്റെ നെയിം ആയിരിക്കും, ആ സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റിൻ്റെ നെയിം ആയിരിക്കും. അങ്ങനെ ദാറ്റ് ഒബ്ജക്റ്റ് ആക്ച്വലി റെപ്രസെൻറ്റ്സ് ദാറ്റ് സ്റ്റുഡൻറ്റ് എന്ന് തന്നെ പറയാം. അന്നേരം ആ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റേൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഏത് സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റേൻ്റെ മുകളിലും ആർക്ക് മാത്രമാണ് ആക്സസ് കൊടുക്കേണ്ടത്? ആ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ എന്ന് പറഞ്ഞാൽ ആ സ്റ്റുഡൻറ്റിൻ്റെ മെത്തേഡ്സിന് മാത്രമാണ് ആക്ച്വലി അതിന് ആക്സസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്കറിയാം ക്ലാസ്സിൻ്റെ അകത്ത് ഡേറ്റയും മെത്തേഡ്സും ഉള്ളത് തന്നെ റിയൽ വേൾഡിൽ മിക്കവാറും എല്ലാ ഒബ്ജക്ട്സിനും ഡേറ്റയും ഉണ്ടാവും, ബിഹേവിയറും ഉണ്ടാവും. ഈ ബിഹേവിയറിനാണ് നമ്മൾ മെത്തേഡ്സ് എന്ന് പറയുന്നത് അല്ലേ. ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ സ്റ്റേറ്റും ഉണ്ടാവും, ബിഹേവിയർ ഉണ്ടാവും അല്ലേ. ഈ സ്റ്റേറ്റിൻ്റെ മുകളിൽ മാറ്റം വരുന്നത് എങ്ങനെയാണ്? ബിഹേവിയർ അനുസരിച്ചാണ് മാറ്റം വരുന്നത് അല്ലേ. ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ വാല്യൂസിനെയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഈ സ്റ്റേറ്റിൻ്റെ മുകളിൽ മാറ്റം വരുന്നത് എങ്ങനെയാണ്? ആ ഒബ്ജക്റ്റ് ബിഹേവ് ചെയ്യുന്നതിനനുസരിച്ചാണ് സ്റ്റേറ്റിൻ്റെ മുകളിൽ മാറ്റം വരുന്നത്, റൈറ്റ്? ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് തന്നെ എങ്ങനെയാണ് മാറുന്നത്? നമ്മൾക്കിപ്പോൾ ചിലപ്പം ദേഷ്യം വരുന്നതും നമുക്ക് സന്തോഷം വരുന്നതൊക്കെ ആക്ച്വലി പുറത്തുള്ള നമുക്ക് പല സ്റ്റിമുലൈ ഉണ്ടാവും. ഓക്കെ, പുറത്തുനിന്ന് പല ഒബ്ജക്ട്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം നമ്മളെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങൾ വരുമ്പം നമ്മൾ ദേഷ്യം വരുന്നു, നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ വരുമ്പം നമുക്ക് സന്തോഷം വരുന്നു അല്ലേ. പുറത്തുള്ള സ്റ്റിമുലസ് ആണ് നമ്മുടെ സ്റ്റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ആക്ച്വലി, റൈറ്റ്? പക്ഷെ അങ്ങനെ ആയിരിക്കരുത് എന്നൊക്കെ ഫിലോസഫിക്കലൊക്കെ പറയും. പുറത്തുള്ളതൊന്നും നമ്മളെന്താണോ എന്നുള്ളത് പുറത്തുനിന്ന് വരുന്ന കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് വഴി നമ്മളെന്താണെന്നുള്ളത് അങ്ങനെ ആവരുത് എന്നൊക്കെ പറയാം. ഫിലോസഫിക്കലി നമ്മൾ പറയും നമ്മളാരാന്നുള്ളത് നമ്മളെ തന്നെ തീരുമാനിക്കണം, അല്ലാതെ പുറത്തുനിന്നുള്ള സ്റ്റിമുലസ് എല്ലാം നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, പക്ഷെ മിക്കവാറും ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലേ. പല ഇൻപുട്സും വരുമ്പം അതിനനുസരിച്ച് ഇൻപുട്സ് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഔട്ട്പുട്ടും മാറും, റൈറ്റ്? നമ്മൾ ചിലപ്പം ആങ്കർ പ്രകടിപ്പിക്കാം, നമ്മൾ ചിലപ്പം സന്തോഷം പ്രകടിപ്പിക്കാം, റൈറ്റ്? അങ്ങനെ സോ ഇൻപുട്ട് അനുസരിച്ചാണ് ഔട്ട്പുട്ടും വരിക എന്നുള്ള രീതിയിൽ. ഓക്കെ, അങ്ങനെ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഡേറ്റയും ഉണ്ടാവും, മെത്തേഡ്സ് ഉണ്ടാവും. അതാണ് ഈ സ്റ്റേറ്റും ബിഹേവിയർ എന്ന് പറയുന്നത്. ഡേറ്റേനെയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ബിഹേവിയറിനെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ആ ഡേറ്റേൻ്റെ മുകളിൽ മാറ്റം വരുത്തുന്നത് ഈ ബിഹേവിയർ വഴിയാണ്. ഈ മെത്തേഡ്സ് ആണ് ആ ഡേറ്റേൻ്റെ മുകളിൽ മാറ്റം വരുത്തുന്നതോ, അല്ലെങ്കിൽ ഡേറ്റ പുറത്ത് കാണിക്കുന്നതോ, ഡേറ്റേൻ്റെ മുകളിൽ എന്തെങ്കിലും പ്രോസസ്സിങ് ചെയ്യുമ്പോഴോ ഒക്കെയാണ് അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് മെത്തേഡ്സ്. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് ക്ലാസ്സിൻ്റെ കേസിലാണെങ്കിൽ, സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിൻ്റെ കേസിലാണെങ്കിൽ ആ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിന് ഓരോ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിനും അയാളുടെ പേര്, അയാളുടെ അച്ഛൻ്റെ പേര്, അഡ്രസ്സ്, ബാക്കി പല കാര്യങ്ങളുണ്ടാവും, മാർക്സ് ഒക്കെ. സോ ഈ മാർക്സ് വെച്ചിട്ട് മിക്കവാറും പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെത്തേഡ് ഉണ്ടാവുമെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ അകത്തൊരു മെത്തേഡ് ഉണ്ട് പെർസെൻറ്റേജ് കാൽക്കുലേഷന് വേണ്ടിയിട്ട്. ഗെറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ഫൈൻ പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം ഈ ഫൈൻ പെർസെൻറ്റേജ് എന്ന് പറയുന്ന മെത്തേഡ് ഏതിൻ്റെ മുകളിലാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്? ആ മാർക്സിൻ്റെ മുകളിലാണ് അല്ലേ. ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ ഡേറ്റേൻ്റെ മുകളിലാണ്. ഡേറ്റ എന്ന് പറഞ്ഞാൽ മാർക്സ് ആണ് അവിടെ അല്ലേ. മാർക്സ് ബാക്കി പലതിൻ്റെയും കൂട്ടത്തിൽ മാർക്സ് എന്ന് പറയുന്ന ഒരു എറേ ഉണ്ടാവുമായിരിക്കും ഡേറ്റയായിട്ട്. ആ ഡേറ്റേൻ്റെ മുകളിലാണ് ഈ ഓപ്പറേഷൻ നടത്തിയിട്ടാണ്, അതായത് ആദ്യം മാർക്സൊക്കെ ചെയ്തു, പിന്നെ ആവറേജ് കണ്ടുപിടിച്ചു അല്ലേ. അങ്ങനെ അല്ലെങ്കിൽ ഔട്ട് ഓഫ് 100 കൺവേർട്ട് ചെയ്തിട്ടു, എന്നിട്ടാണ് പെർസെൻറ്റേജ് ഒക്കെ വരുന്നത്.
അങ്ങനെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ യൂസ് ചെയ്തു, റൈറ്റ്. അതേപോലെ തന്നെ ഡിസ്പ്ലേ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടൊരു ഒരു മെത്തേഡ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അത് എന്താ ചെയ്യുന്നത്, ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യിക്കാനാണ് ആ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഡേറ്റയുടെ മുകളിൽ ഓപ്പറേഷൻസ് ചെയ്യുന്നത് ഈ മെത്തേഡ്സാണ്. അത് റിയൽ വേൾഡിലായാലും ഒരു ഡേറ്റേൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റിൻ്റെ മുകളിൽ മാറ്റം വരുത്തുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ മെത്തേഡ്സാണ്, റൈറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ബിഹേവിയർ ഞാൻ തന്നെ തീരുമാനിക്കണം. ഞാൻ എന്താണോ പുറത്ത് കാണിക്കുന്നത്, ഔട്ട്പുട്ട് കൊടുക്കുന്നത് ഞാൻ തന്നെ തീരുമാനിക്കണം. ഇൻപുട്ടിനനുസരിച്ച് ഞാൻ എന്താണോ ഔട്ട്പുട്ട് കൊടുക്കുന്നത് ഞാൻ തന്നെ തീരുമാനിക്കണം. ആ പ്രോസസ്സിങ് ചെയ്യുന്നത് എൻ്റെ മൈൻഡാണ്. ഓക്കെ, ഇൻപുട്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് പ്രോസസ്സിങ് ചെയ്യുന്നത് എൻ്റെ മൈൻഡാണ്. ആ മൈൻഡ് പ്രോസസ്സ് ചെയ്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടാണ് അത് ഈ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, റൈറ്റ്. ഓക്കെ, സോ അതേ രീതിയിൽ തന്നെ ആണ് പിള്ളേർ പറയുന്നത്, ഒരു ക്ലാസ്സിൻ്റെ അകത്തുള്ള ഡേറ്റ എന്ന് പറയുന്നത് അതിൻ്റെ മെത്തേഡ്സിന് മാത്രമേ ചേഞ്ച് ചെയ്യാനുള്ള അനുവാദം കൊടുക്കാവൂ എന്നാണ് സാധാരണഗതിയിൽ പ്രോഗ്രാമേഴ്സിൻ്റെ അഭിപ്രായം. ആ ഒരു അഭിപ്രായത്തോട് യോജിച്ചിട്ടാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സ് ഉള്ളത് തന്നെ, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഉള്ളത് തന്നെ. അതായത് ക്ലാസ്സിൻ്റെ അകത്തുള്ള ഡേറ്റ എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ അകത്തുള്ള മെത്തേഡ്സിന് മാത്രം ആക്സസ് കൊടുത്താൽ മതി, ഡയറക്റ്റ് ആക്സസ് ആ ക്ലാസ്സിൻ്റെ അകത്തുള്ള മെത്തേഡ്സിന് മാത്രം കൊടുത്താൽ മതി എന്നാണ് സാധാരണ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസെപ്റ്റ്സ് റിസ്ട്രിക്റ്റ് ചെയ്യുന്നതും അങ്ങനെയാണ്. സോ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, ക്ലാസ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്. സോ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ റോൾ നമ്പർ ഉണ്ടാവും, പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ പേരുണ്ടാവാം, ഫസ്റ്റ് നെയിം, ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം, പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്സ് ഉണ്ടാവാം. ഒരു മാർക്സ് എറേ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഒരു എറേ മേ ബി 10 സബ്ജക്ട്സ് ആർ ദെയർ. ഓക്കെ, ഇൻറ്റിജറോ ഫ്ലോട്ട് എറയോ ആക്കാം കേട്ടോ. ഫ്ലോട്ട് എറേ ആക്കിയാൽ പോയിൻറ്റ് മാർക്സ് ഒക്കെ വരുമായിരിക്കും, അതായത് ഫ്രാക്ഷണൽ പാർട്ടൊക്കെ വരുമായിരിക്കും. ഓക്കെ, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എക്സെട്ര ഒക്കെ ഇൻപുട്ട്, അഡ്രസ്സും അങ്ങനെ പല കാര്യങ്ങളും വേറെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇനി ഇതിൻ്റെ അകത്ത് ഈ സ്റ്റുഡൻ്റ് അകത്ത് ഈ ഡേറ്റ കൂടാതെ എന്തുണ്ടാവും, മെത്തേഡ്സ് ഉണ്ടാവാം, മെത്തേഡ്സും വരും അല്ലേ, റൈറ്റ്. ഡിസ്പ്ലേ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ, ഡിസ്പ്ലേ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ മിക്കവാറും അത് ചെയ്യുക. അപ്പം വോയിഡ് റിട്ടേൺ ടൈപ്പാണ് മിക്കവാറും. ആ മെത്തേഡ് എന്താ ചെയ്യുക, ഈ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ എല്ലാ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. system.out.println റോൾ നമ്പർ, ഫസ്റ്റ് നെയിം, മാർക്സ്, ഇതൊക്കെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുമായിരിക്കും. ഓക്കെ, പിന്നെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനൊരു മെത്തേഡ് ഉണ്ടെങ്കിൽ ഗെറ്റ് പെർസെൻറ്റേജ് എന്നോ അല്ലെങ്കിൽ ഫൈൻ പെർസെൻറ്റേജ് എന്നിട്ടും പറഞ്ഞിട്ട് മെത്തേഡ് നമ്മൾ ആഡ് ചെയ്തെന്ന് വിചാരിച്ചോളൂ. ഫൈൻ, PARC, അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഈ മാർക്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോസസ്സിങ്, മാർക്സ് ഓഫ് 0 പ്ലസ് മാർക്സ് ഓഫ് 1 അല്ലെങ്കിൽ ഫോർ ലൂപ്പിൻ്റെ അകത്തിട്ടിട്ട് I എന്ന് പറയുന്ന വേരിയബിൾ ഐട്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് മാർക്സ് ഓഫ് I കൊടുത്തിട്ട് അല്ലേ, സം പ്ലസ് ഈക്വൽ ടു മാർക്സ് ഓഫ് I എന്നൊക്കെ കൊടുക്കാമല്ലോ, റൈറ്റ്. സം പ്ലസ് ഈക്വൽ ടു മാർക്സ് ഓഫ് I എന്നൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ പെർസെൻറ്റേജൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെന്ന് വിചാരിച്ചോളൂ. അത് സമ്മ് കാൽക്കുലേറ്റ് ചെയ്താലല്ലേ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് ഫൈനലി ഈ മെത്തേഡ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ റോൾ നമ്പറും എഫ് നെയിമും ലാസ്റ്റ് നെയിമും ഒക്കെ ഈ മെത്തേഡ്സിൻ്റെ അകത്ത് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്, റൈറ്റ്. ഇവിടെ നിന്ന് നമുക്ക് മാർക്സ് എറേ ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ആക്സസ് ചെയ്യാം. ഇതെല്ലാം ഞാൻ ജസ്റ്റ് കോഡ് മുഴുവൻ എഴുതുന്നില്ല കേട്ടോ, മുഴുവൻ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് പറയുകയാണല്ലോ. സം പ്ലസ് ഈക്വൽസ് മാർക്സ് ഓഫ് I. സോ സമ്മ് വേണമെങ്കിൽ ഇവിടെ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചോളൂ. സം ഈക്വൽ ടു 0 ഇൻറ്റ് സം ഈക്വൽ ടു 0 ഇനീഷ്യലൈസ് ചെയ്തു. സം ഈക്വൽ ടു സം പ്ലസ് ഈക്വൽസ് മാർക്സ് ഓഫ് I കൊടുത്തു. പിന്നെ റിട്ടേൺ വരുന്നതാണെങ്കിൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്തോളൂ. വാട്ട് എവർ ഫോർമുല യു യൂസ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ പെർസെൻറ്റേജ്.
100 കൺവേർട്ട് ചെയ്യണമല്ലോ എന്തായാലും. അങ്ങനെ കൺവേർട്ട് ചെയ്ത് റിട്ടേൺ PERC പെർസെൻറ്റേജ് എങ്ങനെയെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തോളൂ. PERC ഈക്വൽ ടു എക്സെട്ര കൊടുക്കുകയാണ്. അതനുസരിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പെർസെൻറ്റേജ് റിട്ടേൺ ചെയ്യിപ്പിച്ചോളൂ. അന്നേരം നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ മാർക്സ് എന്ന് പറഞ്ഞ എറേ, ഈ മാർക്സ് എറേ നമുക്ക് ആക്സസ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ മാർക്സ് എറയാണ് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ നമ്മൾ വേണമെങ്കിൽ system.out.println എഫ് നെയിം പ്രിൻ്റ് ചെയ്യിപ്പിക്കാം അല്ലേ. എഫ് നെയിം അതുപോലെ തന്നെ എൽ നെയിം പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അങ്ങനെ എല്ലാം പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇതെല്ലാം ഡയറക്റ്റ് ഇവിടെ ആക്സസ് ചെയ്യുന്നുണ്ട്. ഈ ഡേറ്റയൊക്കെ ഇവിടെ ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്ന കാണാം. എഫ് നെയിം, എൽ നെയിം, മാർക്സ് ഇതൊക്കെ. ഓക്കെ. ഇനി അഥവാ ഈ റോൾ നമ്പർ എന്ന് പറയുന്ന റോൾ നമ്പറും ഇപ്പം ഡിസ്പ്ലേ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്പ്ലേ ചെയ്യട്ടെ. system.out.println റോൾ നമ്പറും പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. സോ ഡീറ്റെയിൽസൊക്കെ പ്രിൻ്റ് ചെയ്യിച്ചു. എഫ് നെയിം, എൽ നെയിം, റോൾ നമ്പർ, മാർക്സ് ഒക്കെ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് ഈ ഒരു മെത്തേഡ്. അഥവാ ഈ റോൾ നമ്പറിന് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാനൊരു ആസ് എ പ്രോഗ്രാമർ ഐ വോണ്ട് ടു ചേഞ്ച് ദിസ് നെയിം, ഇതൊരു പേര് ശരിയല്ല, റോൾ നമ്പർ എന്നോ എന്ന് പറയുന്നത് മാറ്റി എനിക്ക് ഇങ്ങനെ നമ്പർ എന്ന് കൊടുക്കണം എന്ന് വെച്ചോ. റോൾ നമ്പർ ഓക്കെ, റോള് _ നമ്പർ ഇങ്ങനെ കൊടുക്കണം എന്ന് വെച്ചോ. ഇനിയിപ്പം എന്ത് ചെയ്യും? ഇങ്ങനെ വരുമ്പം ഞാൻ ഇവിടെ ഈ റോൾ _ നമ്പർ എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ, ആ ഒരു ഡേറ്റ എവിടെയൊക്കെയാണോ യൂസ് ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ പോയിട്ട് അത് മാറ്റിയിട്ട് റോൾ _ നമ്പർ എന്നാക്കണം. സേ ഇവിടെ ആക്കണം അല്ലേ. ഈ ഒരു സ്ഥലത്ത് റോൾ നമ്പർ എന്ന് കൊടുത്ത സ്ഥലത്ത് റോൾ _ നമ്പർ എന്നാക്കണം. പിന്നെ എവിടെയൊക്കെയാണോ യൂസ് ചെയ്തിരിക്കുന്നത് അവിടെയൊക്കെ പോയി മാറ്റണം. അഥവാ ഈ ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ അതിന് ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമ്മൾ വേറെ എവിടെയും പോയി നോക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് എന്ന് പറഞ്ഞൊരു പരിധിക്കകത്ത് വരുന്ന സംഭവമാണല്ലോ. അതിനൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറീൻ്റെ അകത്ത് നോക്കിയാൽ മതി. നമുക്ക് ഒരു ക്ലാസ്സിൻ്റെ കോഡ് എന്ന് വെച്ചാൽ ദർ ഇസ് എ ലിമിറ്റ് ടു ഇറ്റ് അല്ലേ. എത്ര ലൈൻസ് ഓഫ് കോഡ് ഉണ്ടാവുന്നൊക്കെ നമുക്കറിയാം. ഒരുപാട് വലിയ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അത്ര തന്നെ വലിയ ക്ലാസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. യൂഷ്വലി ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലാസ്സസ് കൂടിയിട്ടായിരിക്കും ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. സോ ഒരു ക്ലാസ്സിൻ്റെ അകത്തുള്ള ഒരു ഡേറ്റേൻ്റെ മുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ആ ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ അതിൻ്റെ ഡേറ്റേൻ്റെ മുകളിൽ മാറ്റം വരുത്തുന്നത് വെച്ചാൽ ഞാനിവിടെ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇപ്പോൾ റോൾ നമ്പർ എന്ന് പറയുന്നതിൻ്റെ പേര് ഞാൻ മാറ്റം വരുത്തി. ഓക്കെ. സോ അങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ പേരിൽ മാറ്റം വന്നേരം ഞാൻ ഈ ക്ലാസ്സിൻ്റെ അകത്തുള്ള മെത്തേഡ്സിൽ മാത്രം പോയിട്ട് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ അകത്ത് മാത്രം പോയിട്ട് നോക്കിയാൽ മതി അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. വേറൊരു ക്ലാസ്സിൽ അത് യൂസ് ചെയ്യാനുള്ള സാധ്യതയേ ഇല്ല. ബിക്കോസ് ഞാൻ അനുവദിച്ചാൽ മാത്രമല്ലേ അതിനെ ആക്സസ് ചെയ്യാനുള്ള സാഹചര്യം വരുള്ളൂ. ഞാൻ അത് അനുവദിച്ചിട്ടില്ലെങ്കിൽ അത് എനിക്ക് തന്നെയാണ്, ആസ് എ പ്രോഗ്രാമർ അത് എനിക്ക് തന്നെയാണ് ഗുണം ചെയ്യുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ മറ്റുള്ളവർക്കും കൂടി ഇതിൻ്റെ ആക്സസ് അനുവദിച്ചതായിരുന്നെങ്കിൽ മറ്റുള്ളവരും ഈ റോൾ നമ്പർ എന്ന് പറയുന്നത് ആക്സസ് ചെയ്തിരുന്നെങ്കിൽ മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ മറ്റ് ക്ലാസ്സസാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് പ്രോഗ്രാമേഴ്സ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറ്റ് ക്ലാസ്സസ്. ചിലപ്പോൾ ഞാൻ എഴുതിയ മറ്റ് ക്ലാസ്സസ് ആവാം. സോ ആ ക്ലാസ്സിലും പോയിട്ട് ഞാൻ തപ്പി നോക്കേണ്ടി വരും, ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേര് മാറ്റണ്ടേ എന്ന് ഞാൻ നോക്കേണ്ടി വരും. ഓക്കെ. പക്ഷേ ഇതിൻ്റെ ആക്സസ് ഇതിൻ്റെ അകത്ത് മാത്രം ലിമിറ്റഡ് ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ എനിക്കത്ര കഷ്ടപ്പാടില്ല. റൈറ്റ്. സോ ഇതാണ് നമ്മൾ ഇൻഫർമേഷൻ ഹൈഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഫർമേഷൻ ഹൈഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൻ്റെ ഡേറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെത്തേഡ്സിന് മാത്രം ആക്സസ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക. ആ ക്ലാസ്സിന് പുറത്തുള്ള മെത്തേഡ്സിനോ അല്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ പുറത്ത് അതിന് ആക്സസ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കരുത്. കൊടുത്താലുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. കൊടുത്താൽ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ, അതായത് ഡേറ്റ ടൈപ്പിൻ്റെ മുകളിൽ മാറ്റം വന്നാലും ചിലപ്പോൾ നമുക്കങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ടും അതിൻ്റെ കറസ്പോണ്ടിങ് കോഡിൽ ചേഞ്ചസ് വരുത്തേണ്ടി വരും. അത് ഇവിടെ വേരിയബിളിൻ്റെ പേര് മാറുകയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് വേരിയബിൾ അല്ലെങ്കിൽ ഡേറ്റ മെമ്പറിൻ്റെ പേര് മാറ്റം വരുത്തിയാലും നമ്മൾ ആ ഡേറ്റ മെമ്പർ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അവിടെയൊക്കെ പോയി മാറ്റം വരുത്തേണ്ടി വരും. സോ റിസ്ട്രിക്ഷൻ ഇപ്പം നമ്മൾ റീസ്ട്രിക്റ്റ് ചെയ്തെന്ന് വെച്ചോ, ഈ ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ അതിന് യൂസ് ചെയ്യാനുള്ള അനുവാദം ഉള്ളൂ എങ്കിൽ നമ്മൾ ഈ മറ്റ് ക്ലാസ്സസിൽ പോയി നോക്കേണ്ട ആവശ്യമേ ഇല്ല. ബിക്കോസ് മറ്റ് ക്ലാസ്സിന് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അത് നമുക്കൊരു സൗകര്യം കൂടിയാണ്. ഈ റീസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ല. അത് പ്രോഗ്രാമറെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാമിംഗ് എളുപ്പമാക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ്. പ്രോഗ്രാമിങ്ങിൻ്റെ എഫേർട്ട് കുറയ്ക്കാൻ,
ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ക്ലാസ്സിൽ ഒതുങ്ങുന്ന കാര്യമൊന്നുമല്ല. ഒരുപാട് ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് വേയിൽ നമ്മൾ പ്രോഗ്രാം ഉണ്ടാക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഒരുപാട് ക്ലാസ്സസ് ഉണ്ടാവും. ആ ഓരോ ക്ലാസ്സിലും പോയിട്ട് നമ്മൾ ഈ ഒരു ഡേറ്റ മെമ്പർ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട് അല്ലേ. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിംഗ് കുറച്ചും കൂടി എളുപ്പമാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ എൻക്യാപ്സുലേഷൻ എന്നും പറയും ഇതിന്. അതായത് എൻക്യാപ്സുലേഷൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ ഡേറ്റയും കോഡും ഡേറ്റ ആൻഡ് ബിഹേവിയർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് ബിഹേവിയർ ഡേറ്റ ആൻഡ് കോഡ് ഇസ് റാപ്ഡ് ഇൻസൈഡ് എ ക്ലാസ്. അതാണ് എൻക്യാപ്സുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതോട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഇൻഫർമേഷൻ ഹൈഡിങ്. ആ ഒരു ക്ലാസ്സിൻ്റെ അകത്തുള്ള ഡേറ്റ എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ അകത്തുള്ള മെത്തേഡ്സിന് മാത്രമേ ആ ഡേറ്റേൻ്റെ മുകളിൽ ആക്സസ് അനുവദിക്കുന്നുള്ളൂ. മറ്റുള്ളവർക്ക് ആ ഡേറ്റേൻ്റെ മുകളിൽ ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് വഴി ആക്സസ് ചെയ്യാം, ഈ ആ ക്ലാസ്സിൻ്റെ മെത്തേഡ്സ് വഴി ആക്സസ് ചെയ്യാം, പക്ഷേ ഡയറക്റ്റ് ആക്സസ് അനുവദിക്കുന്നില്ല. ഓക്കെ, ഈ കാര്യമാണ് കൂടുതലും നമ്മൾ ഈ ആക്സസ് കൺട്രോൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് us continue. So through encapsulation you can control what parts of a program can access the members of a class. So encapsulation vadi you can actually control what parts of a program can access the member. ഒരു വലിയൊരു പ്രോഗ്രാമിൽ ഒരു പെർട്ടിക്കുലർ കുറേ ക്ലാസ്സസ് ഉണ്ടാവില്ല. ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിലുള്ള ഡേറ്റേൻ്റെ മുകളിൽ ആർക്കൊക്കെ ആക്സസ് കൊടുക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് ഈ ആക്സസ് കൺട്രോൾ വഴിയാണ്. ഓക്കെ, അങ്ങനെ ബൈ കൺട്രോളിങ് ആക്സസ് യു ക്യാൻ പ്രിവെൻറ്റ് മിസ്യൂസ്. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മിസ്യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്ലാസ്സിൻ്റെ അകത്തുള്ള ഡേറ്റേൻ്റെ മുകളിൽ ആ മോഡിഫിക്കേഷൻസ് വരുത്താനും ആ ഡേറ്റേൻ്റെ മുകളിൽ ആ ഡേറ്റേൻ്റെ സ്റ്റേറ്റ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ആ ഡേറ്റേൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാനും ഒക്കെയുള്ള കഴിവും അധികാരവും ഉള്ളത് ആ ക്ലാസ്സിൻ്റെ മെത്തേഡ്സിനാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ഫൈൻ പെർസെൻറ്റേജ് എന്ന് പറയുന്ന മെത്തേഡ് സ്റ്റുഡൻറ്റ് ക്ലാസ്സിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയത് തന്നെ അതുകൊണ്ടാണ്. ഫൈൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്സിൻ വെച്ചിട്ടാണ് ആ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് ടീച്ചറിൻ്റെ അകത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് കാര്യമില്ല. ഫൈൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ടീച്ചറുടെ ഡേറ്റയല്ല മാർക്സ് എന്ന് പറയുന്നത്. അത് ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റയാണ് മാർക്സ് എന്ന് പറയുന്നത് അല്ലേ. റൈറ്റ്, ടീച്ചറുടെ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നെവർ മാർക്സ് ഓഫ് എ സ്റ്റുഡൻറ്റിൻ്റെ മാർക്സ് ഒരിക്കലും ടീച്ചറിൻ്റെ ഡേറ്റ ആവില്ല. റൈറ്റ്, ടീച്ചറുടേതായ ഡേറ്റയാണ് ടീച്ചറിൻ്റെ നെയിം, ടീച്ചറിൻ്റെ ഡെസിഗ്നേഷൻ, ടീച്ചർ പഠിപ്പിക്കുന്ന സബ്ജക്ട്സ്, ടീച്ചർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഓക്കെ, ടീച്ചർ പഠിപ്പിക്കുന്ന സബ്ജക്ട്സ്, ഇതൊക്കെ ടീച്ചറുടെ ഡേറ്റ ആയിട്ട് വരാം. റൈറ്റ്, പക്ഷേ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ മാർക്സ് അത് ടീച്ചറുടെ ഡേറ്റയല്ല, അത് ആ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റയാണ്. സോ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും എവിടെയാണ് വേണ്ടത്? ടീച്ചർ എന്ന് പറഞ്ഞ ക്ലാസ്സിലല്ല വേണ്ടത്, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്താണ് വേണ്ടത്. ഓക്കെ, സോ എ ക്ലാസ് നോസ് വാട്ട് ടു ഡു വിത്ത് ഇറ്റ്സ് ഡേറ്റ മെമ്പേഴ്സ്. ഒരു ക്ലാസ്സിന് അറിയാം അതിൻ്റെ ഡേറ്റ മെമ്പേഴ്സിൻ്റെ മുകളിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അല്ലാതെ മറ്റ് ക്ലാസ്സസിന് അതിൻ്റെ മുകളിൽ ആ ഡേറ്റ മെമ്പറിൻ്റെ മുകളിൽ മാറ്റം വരുത്താനുള്ള അധികാരം കൊടുക്കേണ്ട ആവശ്യമില്ല. For example, allowing access to data only through a well-defined set of methods, you can prevent the misuse of that data. So അങ്ങനെ മിസ്യൂസ് അവോയ്ഡ് ചെയ്യാം. ആർക്കാണോ അതിനെപ്പറ്റി നന്നായി അറിയാം അയാളെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുക, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് പകരം. ഓക്കെ, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് ആ ഡേറ്റിൻ്റെ മുകളിൽ മിസ്യൂസ് വരാനുള്ള സാധ്യത. Thus when correctly implemented, a class creates a black box എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് ഉള്ളിൽ എന്താണുള്ളതെന്ന് കാണാൻ പറ്റാത്ത ബോക്സസിനെയാണ് ബ്ലാക്ക് ബോക്സ് എന്ന് പറയാം. സാധാരണ ഇത് വി ആർ യൂസിങ് ദിസ് പെർട്ടിക്കുലർ ടേം ഇൻ സയൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടിംഗ്, എഞ്ചിനീയറിംഗിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എ ബ്ലാക്ക് ബോക്സ് ഇസ് എ സിസ്റ്റം വിച്ച് ക്യാൻ ബി വ്യൂഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റം വിച്ച് ക്യാൻ ബി വ്യൂഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. ഇൻപുട്ട് നമുക്ക് കൊടുക്കാം ബ്ലാക്ക് ബോക്സിലോട്ട്. ബ്ലാക്ക് ബോക്സ് എന്തെങ്കിലും ഔട്ട്പുട്ട് തരുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ആ ഇൻപുട്ടിനെ എങ്ങനെ മാറ്റി ഔട്ട്പുട്ട് ആക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. ആ ബ്ലാക്ക് ബോക്സ് എങ്ങനെ അതിൻ്റെ ആ ഇൻപുട്ട്സിനെ മാറ്റി ഔട്ട്പുട്ട് ആക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതെങ്ങനെ ചെയ്യുന്നു എന്ന് അറിയേണ്ട ആവശ്യമില്ല. അതിൻ്റെ അകത്തുള്ള വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടിയാൽ മതി. ദാറ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആർ കോൾഡ് ബ്ലാക്ക് ബോക്സ്.
ഓക്കെ. സോ ബ്ലാക്ക് ബോക്സ് ടൈപ്പാണ് ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ. സോ ക്ലാസ്സിനറിയാം ക്ലാസ്സിൻ്റെ ഡേറ്റയുടെ മുകളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ക്ലാസ്സിനറിയാം. ഓക്കെ. അതിൻ്റെ ഉള്ളിലുള്ള മെത്തേഡ്സിൻ്റെ ലോജിക്ക് പോലും മറ്റുള്ളവർക്ക് അറിയേണ്ട ആവശ്യമില്ല, റൈറ്റ്? അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ മെമ്പറിൻ്റെ പേര് പോലും മറ്റുള്ളവർ അറിയേണ്ട ആവശ്യമില്ല ആക്ച്വലി. സോ ഡേറ്റ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഡേറ്റ മെമ്പേഴ്സിൻ്റെ പേര് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ട മറ്റ് ക്ലാസ്സസ്, മറ്റുള്ളവർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഹ്യൂമൻ ബീങ്സിനെ എല്ലാം ഉദ്ദേശിക്കുന്നത് മറ്റ് ക്ലാസ്സസ്. അത് ചിലപ്പോൾ ഞാനെന്ന പ്രോഗ്രാമർ ഒരുപാട് ക്ലാസ്സസ് എഴുതുന്നുണ്ടാവും. സോ ഞാൻ തന്നെ പ്രോഗ്രാമർ തന്നെയായിരിക്കും ഈ മറ്റുള്ളവർ എന്ന് പറയുന്നത്. ഐ മീൻ ഐ വിൽ ബി റൈറ്റിംഗ് വൺ ക്ലാസ്, അതിൻ്റെ ഡേറ്റ മെമ്പേഴ്സ് മറ്റ് ക്ലാസ്സിന് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് എൻ്റെ ക്ലാസ്സസ് തന്നെയായിരിക്കാം, ഞാൻ എഴുതിയ ക്ലാസ് തന്നെയായിരിക്കാം. ഓക്കെ. സോ ക്ലാസ്സിൻ്റെ പെർസ്പെക്റ്റീവിലാണ് മറ്റുള്ളവർ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഇൻ ദ പ്രോഗ്രാമേഴ്സ് പെർസ്പെക്റ്റീവ് ഓർ ഇൻ ദ യൂസേഴ്സ് പെർസ്പെക്റ്റീവിലല്ല പറയുന്നത്. ഓക്കെ. സോ മറ്റ് ക്ലാസ്സസിന് അത് അവൈലബിൾ ആക്കി കൊടുക്കാത്തത് കൊണ്ട് തന്നെ അത് ടാമ്പറിങ്ങിന് വിധേയമാവില്ല. ടാമ്പറിങ് എന്ന് പറഞ്ഞാൽ മിസ്യൂസ് അല്ലേ, അതിൻ്റെ മുകളിൽ മിസ്യൂസ് ഉണ്ടാവില്ല. However, the classes that were presented earlier do not completely meet this goal. പക്ഷെ നമ്മൾ ഇതുവരെ ചെയ്ത ക്ലാസ്സസിലെല്ലാം നമ്മൾ ബ്ലോക്സ് ക്ലാസ്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊന്നും നമ്മൾ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല ആക്ച്വലി. ഓക്കെ. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളെ ക്ലാസ്സിലെ ഡേറ്റയൊക്കെ മറ്റ് ക്ലാസ്സസിലും ആക്സസ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്, നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ. നമ്മളങ്ങനെ ആക്സസ് കൺട്രോൾ വലിയ രീതിയിലൊന്നും ഒരു കൺട്രോൾ കൊടുത്തിട്ടില്ല. ഓക്കെ. ഓക്കെ. സോ ലെറ്റ് മീ ഷോ യു. നമ്മൾ ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൽ തന്നെ ഞാൻ കാണിച്ചത്. സോ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ് ഇവിടെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. അതായത് മെത്തേഡ്സും കൺസ്ട്രക്ടേഴ്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആ സമയത്ത്. സോ അന്നേരം ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്ലാസ് ആ ബോക്സിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടു, വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു, റൈറ്റ്? ഇങ്ങനെ ഞാൻ ഡിക്ലെയർ ചെയ്തിരുന്നു. സോ ദീസ് ആർ ദ ഡേറ്റ മെമ്പേഴ്സ് അല്ലേ, ദീസ് ആർ ദ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഓർ ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയാം. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഈ ക്ലാസ്സിൻ്റെ അകത്തുള്ള ബോക്സ് എന്ന ക്ലാസ്സിൻ്റെ അകത്തുള്ള ഡേറ്റയാണ് ഈ വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്ത്. വേറൊരു ക്ലാസ്സാണ് ഈ ബോക്സ് ഡെമോ 2 എന്ന് പറഞ്ഞ ക്ലാസ്. ആ ബോക്സ് ഡെമോ 2ൻ്റെ അകത്തുനിന്ന് എനിക്ക് നിങ്ങൾക്ക് കാണാം വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്ത് എന്നൊക്കെ പറയുന്ന ആ ഡേറ്റേൻ്റെ മുകളിൽ ഡയറക്റ്റ് ആക്സസ് കണ്ടോ? ഇവിടെ ഡയറക്റ്റ് ആക്സസ് ആണ് എനിക്കിവിടെ വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്ത്. സോ മൈ ബോക്സ് 1 ഡോട്ട് വിഡ്ത്ത്, മൈ ബോക്സ് 1 ഡോട്ട് ഹൈറ്റ്, മൈ ബോക്സ് 1 ഡോട്ട് ഡെപ്ത്ത്. അതുപോലെ തന്നെ വേറൊരു ഒബ്ജക്റ്റിൻ്റെ മൈ ബോക്സ് 2 ഡോട്ട് വിഡ്ത്ത്, മൈ ബോക്സ് 2 ഡോട്ട് ഹൈറ്റ്, മൈ ബോക്സ് 2 ഡോട്ട് ഡെപ്ത്ത്. ഇങ്ങനെ ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഡേറ്റേൻ്റെ മുകളിൽ ഡയറക്റ്റ് ആക്സസ് ഇവിടെ നടത്തുകയാണ്, റൈറ്റ്? അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ അഥവാ വിഡ്ത്തിൻ്റെ പേര് ഞാൻ മാറ്റുകയെന്ന് വെച്ചോളൂ. വിഡ്ത്തിൻ്റെ പേര് മാറ്റി മൈ വിഡ്ത്ത് അല്ലെ ബോക്സ് വിഡ്ത്ത് എന്നാക്കുന്ന വെച്ചാൽ, മൈ വിഡ്ത്ത് വേണ്ട, ബോക്സ് വിഡ്ത്ത് എന്ന് ഞാൻ മാറ്റുകയാണ് പേര്. ഓക്കെ. എന്ത് ചെയ്യേണ്ടി വരും? ഈ ബോക്സ് വിഡ്ത്തിനെ ഞാൻ ബോക്സ് വിഡ്ത്ത് ആക്കുന്നതാണെങ്കിൽ ഈ ബോക്സ് വിഡ്ത്ത് എവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ പോയിട്ട് ഞാൻ ബോക്സ് വിഡ്ത്ത് മാറ്റണം. സോ ഞാൻ ഇവിടെ ബോക്സ് വിഡ്ത്ത് ആക്കണം, ഇവിടെ ബോക്സ് വിഡ്ത്ത് ആക്കണം, പിന്നെ ഇവിടെ ബോക്സ് വിഡ്ത്ത് ആക്കണം. ഞാനിങ്ങനെ തപ്പി നടക്കേണ്ടി വരും, എവിടെയൊക്കെയാണ് ഈ ബോക്സ് വിഡ്ത്ത് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കി നടക്കേണ്ടി വരും. ഇതിപ്പോൾ കാണാം, പുറത്തുള്ളൊരു ക്ലാസ്സിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര ക്ലാസ്സസ് ഉണ്ട്? ഇപ്പം ഞാൻ ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് 2 ക്ലാസ് ഉള്ളൂ. ഒരു റിയൽ സോഫ്റ്റ്വെയറിൻ്റെ അകത്തുള്ള ഒരുപാട് ക്ലാസ് ഉണ്ടാകും. സോ അവിടെയൊക്കെ എല്ലാ ക്ലാസ്സിലും പോയി ഞാൻ നോക്കേണ്ടി വരും എവിടെയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന്, അല്ലെ? റിലേറ്റഡ് ആയിട്ടുള്ള പല ക്ലാസ്സസിലും ഞാൻ ചിലപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇവിടെയും മാറ്റം വരുത്തണം, ബോക്സ് വിഡ്ത്ത്. അങ്ങനെ എല്ലായിടത്തും പോയിട്ട് ഇവിടെയും മാറ്റം വരുത്തണം, ബോക്സ് വിഡ്ത്ത്. ഇവിടെയൊക്കെ ഡയറക്റ്റ് ആക്സസ് നടത്തുന്നത്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആക്സസ് കൺട്രോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആക്സസ് കൺട്രോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ കണ്ടു നമ്മൾ ഈ വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്ത് എന്ന് പറയുന്ന ആ ഡേറ്റ മെമ്പേഴ്സ് വീണ്ടും നമ്മളിവിടെ കാണിക്കുന്നുണ്ട് വേറൊരു ക്ലാസ്, ബോക്സ് ക്ലാസ് തന്നെ. അതിൻ്റെ ഇവിടെ നിങ്ങൾ കണ്ടു, ഇവിടെ മെത്തേഡ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെറ്റ്, ഡിമ്മ്, പിന്നെ വോളിയം, ഇതൊക്കെ മെത്തേഡ്സ് നമ്മൾ കൊടുത്തു. പിന്നെ നിങ്ങളിവിടെ സെറ്റ് ഡിമ്മ് വെച്ചിട്ടാണ് ബാക്കി ഇനീഷ്യലൈസേഷനൊക്കെ നടത്തുന്നത്. നേരത്തെ ഡയറക്റ്റ് ആക്സസ് നടത്തിയിരുന്നു. വിഡ്ത്ത് ഈക്വൽ ടു 10, മൈ ബോക്സ് 1 ഡോട്ട് വിഡ്ത്ത് ഈക്വൽ ടു 10, മൈ ബോക്സ് 1 ഡോട്ട് ഹൈറ്റ് ഈക്വൽ ടു 20, മൈ ബോക്സ് 1 ഡോട്ട് ഡെപ്ത്ത് ഈക്വൽ ടു 15 എന്ന് കൊടുക്കുന്നതിന് പകരം
ഇവിടെ അത് കണ്ടോ, സെറ്റ് ഡിം എന്ന് പറഞ്ഞ മെത്തേഡ് വിളിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇങ്ങനെ എല്ലാതെയും നമുക്ക് ചെയ്യാനുള്ള, അതായത് നേരത്തെ ചെയ്തല്ലോ അതുപോലെയും ഇവിടെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, ചെയ്യുന്നത് പക്ഷെ നല്ലതല്ല. ഓക്കെ, പക്ഷെ ഇങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ ചെയ്യാനുള്ള അനുവാദമുണ്ട്, നേരത്തെ ചെയ്ത രീതിയിൽ ചെയ്യാനുള്ള അനുവാദമൊക്കെ ഉണ്ട്. ആക്സസ് കൺട്രോൾ ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, ആക്സസ് കൺട്രോൾ വരണ്ടെങ്കിൽ നമ്മൾ പ്രത്യേക ആക്സസ് സ്പെസിഫയർ കൊടുക്കണം. ആ സ്പെസിഫയറാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ ഓക്കെ സോ ഹൗ എ മെമ്പർ ക്യാൻ ബി ആക്സസ്ഡ്, എങ്ങനെ ഒരു മെമ്പർ, ഡേറ്റ മെമ്പറിനെ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന്, അല്ലെങ്കിൽ മെത്തേഡിനായാലും ആർക്കൊക്കെ ആക്സസ് ചെയ്യാം, എങ്ങനെ ആക്സസ് ചെയ്യാം, ആർക്കൊക്കെ ആക്സസ് ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആക്സസ് സ്പെസിഫയർ ആണ്. ഓക്കെ, ആക്സസ് സ്പെസിഫയർ. സോ ഒരു മെത്തേഡ് ഡിക്ലെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡേറ്റ മെമ്പർ ഡിക്ലെയർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഡേറ്റ ടൈപ്പ് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ആക്സസ് സ്പെസിഫയറും കൂടി കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, സോ ജാവ സപ്ലൈസ് എ റിച്ച് സെറ്റ് ഓഫ് ആക്സസ് സ്പെസിഫയേഴ്സ്. ജാവ അങ്ങനെ ഒരുപാട് ആക്സസ് സ്പെസിഫയേഴ്സ് അനുവദിക്കുന്നുണ്ട്. കൺട്രോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ആക്സസിൻ്റെ കൺട്രോൾ, മറ്റുള്ളവർക്ക് ആക്സസ് ഏതൊക്കെ രീതിയിൽ അനുവദിക്കാം എന്ന് നമുക്ക് തീരുമാനിക്കാം. ആസ് എ പ്രോഗ്രാമർ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഡേറ്റ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം അല്ലെങ്കിൽ ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഡേറ്റ മെമ്പേഴ്സിൻ്റെ പേരുകൾ കൊടുക്കുന്ന സമയത്ത് തന്നെ, അതിൻ്റെ ഡേറ്റ ടൈപ്പ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആക്സസ് ഏത് രീതിയിലായിരിക്കണം, അത് ഈ ക്ലാസ്സിൻ്റെ അകത്ത് മാത്രം അതിന് ആക്സസ് മതിയോ അതോ പുറത്തുള്ള ക്ലാസ്സസിന് അതിന് ആക്സസ് കൊടുക്കണോ എന്നൊക്കെ നമുക്ക് തീരുമാനിച്ച് വയ്ക്കാം. സോ സം ആസ്പെക്ട്സ് ഓഫ് ആക്സസ് കൺട്രോൾ ആർ റിലേറ്റഡ് മോസ്റ്റ്ലി ടു ഇൻഹെറിറ്റൻസ് ഓർ പാക്കേജസ്. ചില ആക്സസ് സ്പെസിഫയേഴ്സ് ബേസിക്കലി ഒരു പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ആക്സസ് സ്പെസിഫയർ ഉണ്ട്, വിച്ച് ഈസ് ആപ്ലിക്കബിൾ ഓൺലി വെൻ വി ഡിസ്കസ് അബൌട്ട് ഇൻഹെറിറ്റൻസ് ഓർ ഇൻഹെറിറ്റൻസിൽ മാത്രമാണ് അതിന് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അതെന്നേരം നമുക്ക് എന്നേരം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദീസ് പാർട്സ് ഓഫ് ജാവാസ് ആക്സസ് കൺട്രോൾ മെക്കാനിസം വിൽ ബി ഡിസ്കസ് ലേറ്റർ. ഇൻഹെറിറ്റൻസ് പറയുമ്പം നമ്മൾക്ക് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന ആക്സസ് സ്പെസിഫയർ ഉണ്ട്, അതിനെപ്പറ്റി അന്നേരം സംസാരിക്കാം. ഇപ്പം അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആക്സസ് സ്പെസിഫയേഴ്സ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആക്സസ് സ്പെസിഫയേഴ്സ് ഇവിടെ നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ, സോ ജാവാസ് ആക്സസ് സ്പെസിഫയേഴ്സ് ആർ പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഈ 3 ആക്സസ് സ്പെസിഫയേഴ്സ് ആണ് ജാവക്കുള്ളത്. സോ ഒരു ക്ലാസ്സിൻ്റെ അകത്തുള്ള ഡേറ്റേൻ്റെ മുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ്സിൻ്റെ മുകളിലോ ഈവൻ ക്ലാസ്സിൻ്റെ മുകളിൽ വരെ നമുക്ക് ആക്സസ് സ്പെസിഫയേഴ്സ് കൊടുക്കാം. ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്ലാസ്സിൻ്റെ ആക്സസ് സ്പെസിഫയർ കൊടുക്കാം. അതേപോലെ തന്നെ ക്ലാസ്സിൻ്റെ അകത്തുള്ള ഡേറ്റ മെമ്പേഴ്സിന് ആക്സസ് സ്പെസിഫയർ കൊടുക്കാം, ക്ലാസ്സിൻ്റെ മെത്തേഡ്സിന് ആക്സസ് സ്പെസിഫയർ കൊടുക്കാം. ഈ പറഞ്ഞ ആക്സസ് സ്പെസിഫയേഴ്സൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക, പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. ഓക്കെ, സോ ജാവ ഓൾസോ ഡിഫൈൻസ് എ ഡീഫോൾട്ട് ആക്സസ് ലെവൽ. അത് കൂടാതെ ഈ 3 കൂടാതെ ഒരു ഡീഫോൾട്ട് ആക്സസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആൻഡ് ദാറ്റ് ഈ ഡീഫോൾട്ട് ആക്സസ് ലെവലാണ് ഇത്രയും നേരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ ആക്സസ് കൺട്രോൾ ഒന്നും നമ്മൾ കൊടുത്തില്ലല്ലോ. അതിൻ്റെ അർത്ഥം നമ്മൾ ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്ലാസ്സസിലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ആൻഡ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇൻഹെറിറ്റൻസിലാണ് വരുന്നത്. ഇൻഹെറിറ്റൻസ് പറയുമ്പോഴേ അത് നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ നമുക്ക് ബാക്കിയുള്ള പ്രൊട്ടക്റ്റഡ് അല്ലാത്ത ബാക്കി എല്ലാ ആക്സസ് സ്പെസിഫയേഴ്സും നമുക്കിവിടെ സംസാരിക്കാം. പബ്ലിക്, പ്രൈവറ്റ്, ഡീഫോൾട്ട്. ഓക്കെ, ഈ ഡീഫോൾട്ടിന് നമ്മൾ പ്രത്യേകം പേരിൻ്റെ ആവശ്യമില്ല. ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ടാണ്. ഓക്കെ, അതേസമയം പബ്ലിക്കും പ്രൈവറ്റും ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് കീവേഡ് പബ്ലിക് എന്ന് പറഞ്ഞാൽ കീവേഡ് യൂസ് ചെയ്യണം, പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ കീവേഡ് യൂസ് ചെയ്യണം. സോ വെൻ എ മെമ്പർ ഓഫ് എ ക്ലാസ് ഇസ് മോഡിഫൈഡ് ബൈ ദി പബ്ലിക് സ്പെസിഫയർ വെച്ച് നമ്മളൊരു മെമ്പറെ മോഡിഫൈ ചെയ്താൽ ദെൻ ദാറ്റ് മെമ്പർ ക്യാൻ ബി ആക്സസ് ബൈ എനി അതർ കോഡ്. ഓക്കെ, സോ പബ്ലിക് ആണ് ഒരു പെർട്ടിക്കുലർ ഡേറ്റ മെമ്പറിൻ്റെ ആക്സസ് സ്പെസിഫയർ കൊടുത്തെങ്കിൽ ആ ഡേറ്റ മെമ്പർ നമ്മുടെ കോഡിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ജാവ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എവിടെയും ആക്സസ് ചെയ്യാം. ആ പെർട്ടിക്കുലർ ഡേറ്റ മെമ്പർ അല്ലെങ്കിൽ മെത്തേഡ് വാട്ടെവർ ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് എനിവെയർ. എന്താണോ ആ മെമ്പർ, ക്ലാസ്സിൻ്റെ ആ മെമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡേറ്റ ഓർ ഇറ്റ് ക്യാൻ ബി മെത്തേഡ്സ്. അത് എവിടെ വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാം. പേര് വെച്ചിട്ട് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാം. വെൻ എ മെമ്പർ ഓഫ് എ ക്ലാസ് ഇസ് സ്പെസിഫൈഡ് ആസ് പ്രൈവറ്റ്, പക്ഷേ നമ്മൾ പ്രൈവറ്റ് ആണ് കൊടുത്തെങ്കിൽ ഇറ്റ് ക്യാൻ ബി ആക്സസ് ഓൺലി ബൈ
അതർ മെമ്പേഴ്സ് ഓഫ് ഇറ്റ്സ് ക്ലാസ്. സോ പ്രൈവറ്റ് ആണ് കൊടുത്തെങ്കിൽ ആ ക്ലാസ്സിൻ്റെ അകത്തുള്ള ഒരു ക്ലാസ്സിൻ്റെ ഡേറ്റ മെമ്പർ പ്രൈവറ്റ് ആണ് കൊടുത്തെങ്കിൽ ആ ക്ലാസ്സിൻ്റെ അകത്തുള്ള വർക്ക് മാത്രമേ ആ ഡേറ്റ മെമ്പർ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് നമ്മൾ മെയിൻ എന്ന് പറഞ്ഞ ഫങ്ഷനിലൊക്കെ നമ്മൾ പബ്ലിക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാ മെയിൻ ഫങ്ഷനിലും നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അത് യു മൈറ്റ് ഹാവ് സീൻ. കണ്ടോ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നായിരുന്നു കൊടുത്തത്. സ്റ്റാറ്റിക്കിൻ്റെ അർത്ഥം നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പറയും. ഇപ്പം പബ്ലിക് എന്താണെന്ന്, പബ്ലിക് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള അവർക്ക് ആക്സസ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടെന്നാണ് പബ്ലിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമല്ല ഈ മെയിൻ ഫംഗ്ഷൻ ആക്സസ്. ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് മെയിൻ ഫംഗ്ഷൻ വേണമെങ്കിൽ വീണ്ടും വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ക്ലാസ്സിൻ്റെ അകത്തുനിന്ന് മെയിൻ ഫംഗ്ഷൻ വേണമെങ്കിൽ പല സ്ഥലത്തും യൂസ് ചെയ്യാം മെയിൻ ഫംഗ്ഷൻ ഒക്കെ ക്ലാസ്സിൻ്റെ അകത്തുനിന്ന്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നുമില്ല നമ്മൾ. അങ്ങനെ ക്ലാസ്സിൻ്റെ അകത്തുനിന്ന് ഈ മെയിൻ ഫംഗ്ഷൻ വീണ്ടും യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഈ മെയിൻ ഫംഗ്ഷൻ ശരിക്കും ആരാണ് ആക്സസ് ചെയ്യുന്നത്? നമ്മുടെ ജാവ റൺ ടൈം എൻവയൺമെൻറ്റ് ആണ് ആക്സസ് ചെയ്യുന്നത്. നമ്മൾ ജാവ കമാൻഡ് വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്നില്ലേ. ജാവ റിക്കേർഷൻ എന്ന് പറഞ്ഞിട്ടല്ലേ കമാൻഡ് പ്രോംപ്റ്റിൽ നമ്മൾ റൺ ചെയ്യുക. അങ്ങനെ റൺ ചെയ്യുമ്പം ആക്ച്വലി ഈ മെയിൻ ഫംഗ്ഷനെയാണ് വിളിക്കുന്നത്. ഈ മെയിൻ ഫംഗ്ഷനെ വിളിക്കാൻ പറ്റുന്നത് തന്നെ എന്തുകൊണ്ടാണ്? പുറത്തുള്ള ഈ ജാവ റൺ ടൈം എൻവയൺമെൻറ്റിന് ഈ ക്ലാസ്സിൻ്റെ അകത്തുള്ള മെയിൻ ഫംഗ്ഷനെ വിളിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ പബ്ലിക് എന്ന് പറയുന്ന ആക്സസ് സ്പെസിഫയർ കൊണ്ടാണ്. പബ്ലിക് കൊടുത്തില്ലെങ്കിൽ ഇത് പറ്റില്ല. പബ്ലിക് മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, നിങ്ങൾ പബ്ലിക് ഇല്ലാതെ ഒന്ന് കൊടുത്തു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വർക്ക് ചെയ്യില്ല. ജാവ പ്രോഗ്രാം വിൽ നോട്ട് റൺ. സോ ഇതിന് പബ്ലിക് കൊടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? ഇങ്ങനെ വിളിക്കാൻ പറ്റണം നമുക്ക്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. ജാവ റിക്കേർഷൻ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് പബ്ലിക് കൊടുത്തത്. ഇതാരാണ് ഈ ജാവ റിക്കേർഷൻ? ജാവ എന്ന് പറയുന്നത് ജാവ ഇൻ്റർപ്രറ്റർ അല്ലെങ്കിൽ ജാവ റൺ ടൈം എൻവയൺമെൻറ്റിനെയാണ് നമ്മൾ വിളിക്കുന്നത്, ഇതിനെ എക്സിക്യൂട്ട് ചെയ്ത് തരാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് ഈ മെയിൻ ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ അനുവാദം കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പുറത്തുള്ള ഒരു എൻറ്റിറ്റി ആണല്ലോ ഈ ജാവ റൺ ടൈം എൻവയൺമെൻറ്റ് പറയുന്നത്. ഈ ക്ലാസ്സിൻ്റെ അകത്തുനിന്നല്ലല്ലോ ഇത് ആക്സസ് ചെയ്യുന്നത്, പുറത്തുനിന്നാണല്ലോ ഈ മെയിൻ ഫംഗ്ഷൻ വിളിക്കപ്പെടുന്നത്. സോ അതുകൊണ്ടാണ് ഇതിന് പബ്ലിക് ആക്സസ് സ്പെസിഫയർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ so that is what it says. Now you can understand why main function has always been preceded by the public specifier. It is called by code that is outside the program. അതെ, നമ്മുടെ പ്രോഗ്രാമിന് പുറത്തുള്ള കോഡാണ് ഇത് വിളിക്കുന്നത് അല്ലേ. ജാവ റൺ ടൈം എൻവയൺമെൻറ്റ് ആണ് ഇതിനെ വിളിക്കുന്നത്. Right? When no access specifier is used, then by default the member of a class is public within its own package. നമ്മൾ പറഞ്ഞു 4 ടൈപ്പ് ഓഫ് ആക്സസ് സ്പെസിഫയർ ഉണ്ടെന്ന് പറഞ്ഞു. പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ആൻഡ് ഡീഫോൾട്ട്. പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്റ്റിനെ പറ്റി നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇൻഹെറിറ്റൻസിലാണ് അത് വരുന്നതെന്ന് പറഞ്ഞു. അതായത് നമ്മൾ സബ് ക്ലാസ്സും സൂപ്പർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് പറയുമ്പോഴാണ് ഇത് വരിക. അല്ലാതെ പബ്ലിക്, പ്രൈവറ്റ്, ഡീഫോൾട്ട് ഇങ്ങനെ 3 ആക്സസ് സ്പെസിഫയേഴ്സ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് ഡീഫോൾട്ട് എന്ന് പറയുന്ന ആക്സസ് സ്പെസിഫയറും പബ്ലിക് എന്ന് പറഞ്ഞ ആക്സസ് സ്പെസിഫയറും തമ്മിൽ കുറച്ചൊക്കെ സിമിലാരിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. എസെൻഷ്യലി പബ്ലിക് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പാക്കേജിൻ്റെ അകത്തുള്ള എല്ലാ ക്ലാസ്സസിനും അത് ആക്സസ് ചെയ്യാം. ഡീഫോൾട്ട് ആക്സസ് മോഡ് ആണെങ്കിൽ, ഡീഫോൾട്ട് ആക്സസ് മോഡ് എന്ന് വെച്ചാൽ നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ, ആക്സസ് സ്പെസിഫയറിന് ആയിട്ടൊന്നും പ്രൈവറ്റും പബ്ലിക്കും ഒന്നും കൊടുത്തില്ലെങ്കിൽ അത് ഡീഫോൾട്ട് ആക്സസ് മോഡാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഏകദേശം പബ്ലിക്കിന് തുല്യമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പാക്കേജിൻ്റെ അകത്ത്, പാക്കേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ക്ലാസ്സസ്. ആ ഒരു പാക്കേജിൻ്റെ അകത്തുള്ള ഒരു ക്ലാസ്സിൻ്റെ ഡേറ്റ മെമ്പർ ഡീഫോൾട്ട് ആണെങ്കിൽ ആ പാക്കേജിൻ്റെ അകത്തുള്ള മറ്റ് ക്ലാസ്സസിലും ആ ഡേറ്റ മെമ്പർ ആക്സസ് ചെയ്യാൻ അനുവാദമുണ്ട്. ഓക്കെ, അത്രമാത്രം അർത്ഥം വെച്ചാൽ 4 ക്ലാസ്സസ് ഒരു പാക്കേജിൻ്റെ അകത്തുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ അകത്തുള്ള ഒരു ഡേറ്റ മെമ്പറിൻ്റെ മുകളിൽ ഡീഫോൾട്ട് ആക്സസ് ആണ് ഉള്ളതെങ്കിൽ, അതായത് ആക്സസ് സ്പെസിഫയർ ഒന്നും കൊടുത്തില്ല, അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റ മെമ്പറിൻ്റെ മുകളിൽ മറ്റ് ക്ലാസ്സസ്, ആ പാക്കേജിൻ്റെ അകത്തുള്ള മറ്റ് 3 ക്ലാസ്സസ് ഉണ്ടല്ലോ, അതിനൊക്കെ ഈ ഡേറ്റ മെമ്പറിനെ ആക്സസ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. ഓക്കെ, സോ മിക്കവാറും നമ്മുടെ ഒരു ഫയലിൻ്റെ അകത്ത് വരുന്ന എല്ലാ ക്ലാസ്സസും ഒരു സിംഗിൾ പാക്കേജ് അകത്താണ് വരിക. ഓക്കെ, ഒരു അൺനോൺ പാക്കേജാണ് ആക്ച്വലി, അൺനെയിംഡ് പാക്കേജ് പറയും, അൺനോൺ അല്ല, അൺനെയിംഡ് പാക്കേജ്. സോ
ഒരു ഫയലിൻ്റെ അകത്ത് വരുന്ന എല്ലാ ക്ലാസ്സസും ആ രീതിയിലാണ് വരിക. ഒരു ഫയലിൻ്റെ അകത്തുള്ള എല്ലാ ക്ലാസ്സസും ഒരു പാക്കേജിൻ്റെ അകത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുക. ഓക്കെ, സോ നമ്മളെ ജാവ പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊരു ഫയൽ ഉണ്ടാക്കിയതാണെങ്കിൽ ആ ഫയലിൻ്റെ അകത്ത് ഒരുപാട് ക്ലാസ്സസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സസ് ഒക്കെ ഒരു സിംഗിൾ പാക്കേജിൻ്റെ അകത്ത് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ പാക്കേജ് എന്ന് പറയുന്നത് നമ്മൾ വേറെ തന്നെ ടോപ്പിക്കായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. നമ്മൾ ഒരു ഫയലിൻ്റെ അകത്ത് നമ്മൾ സോഴ്സ് കോഡ് എഴുതുമല്ലോ. സോ നമ്മൾ ഒരു ഫയൽ തുറന്നിട്ട് നമ്മളെ ക്ലാസ്സസ് എഴുതുമ്പം അതിൻ്റെ അകത്ത് ഒരുപാട് ക്ലാസ്സസ് എഴുതുകയാണെങ്കിൽ ഇപ്പം മിനിമം 2 ക്ലാസ്സൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലേ. ബോക്സ് എന്ന് പറയുന്ന ക്ലാസ് എഴുതുന്നതിൻ്റെ കൂടെ തന്നെ ബോക്സ് ഡെമോ എഴുതിയിട്ടുണ്ടല്ലോ, റൈറ്റ്? അതുപോലെ സോ അതിന് ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ്സും ഉണ്ട്, ബോക്സ് ഡെമോ ഉണ്ടല്ലോ ഒരു സിംഗിൾ ഫയലിൻ്റെ അകത്ത്, റൈറ്റ്? സോ ഇവിടെ നോക്കൂ ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ്സും ഉണ്ട്, ഇപ്പോൾ ഓവർലോഡ് ഇതെന്ന് പറഞ്ഞ ക്ലാസ്സും ഉണ്ടല്ലോ ഒരു പെർട്ടിക്കുലർ ഫയലിൻ്റെ അകത്ത്. അങ്ങനെ വരുമ്പം ഈ 2 ക്ലാസ്സും ഒരു സിംഗിൾ പാക്കേജിൻ്റെ അകത്താണ് വരിക. ഇത് രണ്ടും ഒരു ഫയലിൻ്റെ അകത്താണ് ഇട്ടതെങ്കിൽ നിർബന്ധമായിട്ടും അത് രണ്ടും ഒരു സിംഗിൾ പാക്കേജിൻ്റെ അകത്താണ് വരിക, വിച്ച് ഇസ് കോൾഡ് അൺനെയിംഡ് പാക്കേജ്. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇതൊക്കെ ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയേഴ്സ്, ഇതൊക്കെ വിഡ്ത്ത് ഹൈറ്റ് ഡെപ്തിനൊന്നും ഞാൻ ആക്സസ് സ്പെസിഫയർ കൊടുത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഡീഫോൾട്ടാണ് അതിൻ്റെ ആക്സസ് സ്പെസിഫയർ. ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ എന്താ? ഒരു ഫയലിൻ്റെ അകത്തുള്ള എല്ലാ ക്ലാസ്സസിനും അത് ആക്സസ് ആ ഡേറ്റ മെമ്പേഴ്സിൻ്റെ മുകളിൽ ആക്സസ് ഉണ്ട് എന്നാണ്. ഫയലിൻ്റെ അകത്ത് മാത്രമല്ല, ഒരു പാക്കേജിൻ്റെ അകത്ത്, ഫയലിൻ്റെ അകത്തുള്ളതൊക്കെ ഒരു പാക്കേജിൻ്റെ അകത്ത് ഉള്ളതാണെന്നാണ് കൺസിഡർ ചെയ്യുക. സോ ഒരു പാക്കേജിൻ്റെ അകത്തുള്ള എല്ലാ ക്ലാസ്സസിനും അതിൻ്റെ മുകളിൽ ആക്സസ് ഉണ്ട്. സോ എന്തായാലും ഈ ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്തുള്ള വിഡ്ത്ത് ഹൈറ്റ് ഡെപ്ത്ത് ഇതിൻ്റെ മുകളിലൊക്കെ ആർക്ക് ആക്സസ് ഉണ്ട്? ഓവർലോഡ് CONS2 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്തുനിന്ന് അത് ആക്സസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇതേ ഫയലിൻ്റെ അകത്താണല്ലോ ഈ ഓവർലോഡ് CONS2 ഉള്ളത്, റൈറ്റ്? ഓക്കെ, സോ അത് രണ്ടും ഒരു പാക്കേജിൻ്റെ അകത്താണുള്ളത് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഓക്കെ, സോ അതാണ് ഡീഫോൾട്ട് ആക്സസ് മോഡ് എന്ന് പറഞ്ഞു. സോ പബ്ലിക് പോലെയാണ്, പക്ഷേ പബ്ലിക് തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, പബ്ലിക് പോലെ ഏകദേശം അതുപോലെയാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, പാക്കേജിൻ്റെ അകത്തുനിന്ന് ആക്സസ് ചെയ്യാവുന്നേ ഉള്ളൂ, പാക്കേജിൻ്റെ പുറത്തുനിന്ന് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. വേറൊരു പാക്കേജിൻ്റെ അകത്തുള്ള ക്ലാസ്സസിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ പാക്കേജ് 1 എന്ന് പറയുന്ന പാക്കേജിൻ്റെ അകത്തുള്ള ക്ലാസ്സിലെ ഏതെങ്കിലുമൊക്കെ ഡേറ്റ മെമ്പർ, ഓക്കെ, പാക്കേജ് 1ൻ്റെ അകത്തുള്ള പാക്കേജ് 1 ആണെന്ന് വെച്ചോ, അതിൻ്റെ അകത്തുള്ളൊരു ക്ലാസ്സിലെ ഡേറ്റ മെമ്പർ A ആണെന്ന് വെച്ചോ, ആ A ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ആണെന്ന് വെച്ചോ. അന്നേരം ഈ പാക്കേജിൻ്റെ അകത്ത്, സോ ഈ പാക്കേജ് 1 ആണിത്, ഈ പാക്കേജിൻ്റെ അകത്ത് ക്ലാസ് B ഉണ്ട്. സോ ഇത് ക്ലാസ് A ആണ്, ഇത് ക്ലാസ് B ആണ്. ക്ലാസ് എൻ്റെ ഏത് ഡേറ്റ മെമ്പറാണ്? A എന്ന് പറഞ്ഞ ഡേറ്റ മെമ്പറാണ്. ക്ലാസ് ബീൻ്റെ ഏത് B എന്ന് പറഞ്ഞ ഡേറ്റ മെമ്പറാണെന്ന് വിചാരിച്ചോളൂ, ഞാൻ വെറുതെ എക്സാമ്പിൾ പറയുകയാണ്. സോ ക്ലാസ് എൻ്റെ A എന്ന് പറഞ്ഞ ഡേറ്റ മെമ്പറും ക്ലാസ് ബീൻ്റെ B എന്ന് പറഞ്ഞ ഡേറ്റ മെമ്പറും ക്ലാസ് എക്ക് ബിനെ ആക്സസ് ചെയ്യാം, ക്ലാസ് ബിക്ക് എനെ ആക്സസ് ചെയ്യുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ പാക്കേജ് 2 എന്ന് പറയുന്ന വേറൊരു പാക്കേജ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഇതിൻ്റെ അകത്ത് ക്ലാസ് സിയും ക്ലാസ് ഡിയും ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ക്ലാസ് സിയും ക്ലാസ് ഡിയും. ഈ ക്ലാസ് സിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ എനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഈ എനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ക്ലാസ് ഡിക്കും ഈ എനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, ബീനെയും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ക്ലാസ് സിക്ക് ഈ ബീനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ക്ലാസ് എക്ക് ക്ലാസ് സിൻ്റെ ഡേറ്റ മെമ്പർ ഏതും ഉണ്ടെങ്കിൽ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ക്ലാസ് ബിക്ക് ക്ലാസ് ഡിൻ്റെ ഡേറ്റ മെമ്പർ ഏതും ഉണ്ടെങ്കിൽ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദേ ബിലോങ് ടു ഡിഫറെൻറ്റ് പാക്കേജസ്. അവനവൻ്റെ പാക്കേജിൻ്റെ അകത്തുള്ള ക്ലാസ്സസിൻ്റെ ഡേറ്റ മെമ്പേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ആണെങ്കിൽ. ഓക്കെ, ഓക്കെ. സോ യൂഷ്വലി നമ്മൾ ഈ ഡീഫോൾട്ട് മാത്രം ഇത്രയും കാലം ഡീഫോൾട്ടേ കണ്ടുള്ളൂ നിങ്ങൾ. പക്ഷേ പിന്നെ മെയിനിന് നിങ്ങൾ പബ്ലിക് കണ്ടിട്ടുണ്ട്, മെയിൻ ഫംഗ്ഷന് നിങ്ങൾ പബ്ലിക് ആക്സസ് സ്പെസിഫയർ കൊടുത്തിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ബാക്കി എല്ലാത്തിനും നമ്മൾ ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
പക്ഷേ സംടൈംസ് യു ടിപ്പിക്കലി അതായത് എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല. ദിസ് ഇസ് നോട്ട് വാട്ട് യു വിൽ ടിപ്പിക്കലി വോണ്ട് ടു ബി ദ കേസ്. എപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ മതി എന്നുണ്ടാവില്ല. ചില സമയത്ത് നിങ്ങൾക്ക് പബ്ലിക്കും പ്രൈവറ്റും ഒക്കെ കൊടുക്കണമെന്നുണ്ടാവും. യൂഷ്വലി യു വിൽ വോണ്ട് ടു റീസ്ട്രിക്റ്റ് ആക്സസ്. പബ്ലിക്ക് കൊടുക്കുന്നത് വളരെ കുറവായിരിക്കും. പബ്ലിക്ക് കൊടുക്കാത്തതാണ് നല്ലതെന്ന് പറയും യൂഷ്വലി. ചില സാഹചര്യങ്ങളുണ്ട്. ഇഫ് യു വോണ്ട് മെത്തേഡ്സ് ടു ബി റിമോട്ട്, ജാവയിൽ RMI എന്ന് പറയുന്നൊരു ടെക്നോളജി ഉണ്ട്, റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ. അതിലൊക്കെ ഒരു ഒബ്ജക്റ്റിൻ്റെ മെത്തേഡ്സ് ഒരു സിസ്റ്റത്തിൽ മാത്രമല്ല മറ്റു സിസ്റ്റത്തിലും മറ്റ് റിമോട്ട് സിസ്റ്റത്തിലൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നിർബന്ധമായിട്ടും നമ്മളെ മെത്തേഡ്സ് പബ്ലിക് ആക്കിയാൽ മാത്രമേ അത് പറ്റുള്ളൂ. വേറൊരു മെഷീനിലുള്ള ഒബ്ജക്ട്സിന് നമ്മുടെ മെഷീൻ്റെ അകത്തുള്ള ഒബ്ജക്ട്സിൻ്റെ മെത്തേഡ്സ് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ്റെ അകത്തുള്ള ഒബ്ജക്ട്സിൻ്റെ മെത്തേഡ്സ് പബ്ലിക് ആയിരിക്കണം. അങ്ങനെ മാത്രമേ മറ്റ് മെഷീൻസിലുള്ള മറ്റ് കമ്പ്യൂട്ടറിലുള്ള ഒബ്ജക്ട്സിന് നമ്മുടെ മെഷീനിലുള്ള മെത്തേഡ്സ് വിളിക്കാൻ പറ്റുള്ളൂ. സോ അത് ദർ ആർ കേസസ് വെൻ യു വോണ്ട് പബ്ലിക്. പക്ഷേ യൂഷ്വലി പ്രൈവറ്റ് ആണ് നമ്മൾ കൊടുക്കാൻ സാധ്യത. when you want to restrict access to the data members of a class, യൂഷ്വലി നമ്മൾ പ്രൈവറ്റ് കൊടുക്കും. allowing access only through methods. പ്രൈവറ്റ് കൊടുത്തതാണെങ്കിൽ നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ ഡേറ്റ അതിൻ്റെ മെത്തേഡ്സ് വഴി മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. മെത്തേഡ്സ് വഴി അതിൻ്റെ മുകളിൽ എന്തും ചെയ്യാം, പക്ഷേ ഡയറക്റ്റ് ആക്സസ് പേര് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. മെത്തേഡ്സ് വഴി പറ്റും. So also there will be times when you will want to define methods that are ചില so methods യൂഷ്വലി നമ്മൾ ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ആണ് കൊടുക്കുക, അല്ലെങ്കിൽ പബ്ലിക് ആക്സസ് സ്പെസിഫയർ. മെത്തേഡ്സിൻ്റെ കേസിൽ നമുക്ക് ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ തന്നെ മതിയാവും, അല്ലെങ്കിൽ ചിലപ്പം പബ്ലിക്കും കൊടുക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ ഡേറ്റേൻ്റെ കേസിൽ മിക്കവാറും നമ്മൾ പ്രൈവറ്റാണ് കൊടുക്കുക. ഓക്കെ, ഡീഫോൾട്ട് അല്ല, പ്രൈവറ്റാണ് കൊടുക്കുക. സോ ഇത്രയും കാലം നമ്മൾ ഡീഫോൾട്ടാണ് കൊടുത്തിട്ടുള്ളത്, അതായത് നമ്മളൊന്നും കൊടുത്തില്ല, അതാണ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഡേറ്റ നമ്മൾ മറ്റുള്ളവർക്ക് ആക്സസ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മറ്റ് ക്ലാസ്സസിന് ആക്സസ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞ അതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞു, റീസൺസ് ഞാൻ നേരത്തെ പറഞ്ഞു, റൈറ്റ്? ഓക്കെ, സോ ആക്സസ് സ്പെസിഫയർ പ്രൊസീഡ്സ് ദ റെസ്റ്റ് ഓഫ് എ മെമ്പേഴ്സ് ടൈപ്പ് സ്പെസിഫിക്കേഷൻ. അതായത് എങ്ങനെയാണ് നമ്മൾ ആക്സസ് സ്പെസിഫയർ കൊടുക്കുക, ഇങ്ങനെയാണ് കൊടുക്കുക. യു ക്യാൻ സി, ഇതാണ് ആക്സസ് സ്പെസിഫയർ കൊടുക്കുന്നത് ഇങ്ങനെ. അതായത് നമ്മൾ ഡേറ്റ ടൈപ്പും വേരിയബിളിൻ്റെ പേരും കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ആക്സസ് സ്പെസിഫയർ കൊടുത്തിരിക്കണം. ഓക്കെ, ദീസ് ആർ ദ എക്സാമ്പിൾസ്. ഇൻറ്റ് ഐ എന്ന് പറയുന്നത് പബ്ലിക്, അതായത് ഐ എന്ന് പറയുന്ന ഡേറ്റ പബ്ലിക്കാണ്, ജെ എന്ന് പറയുന്ന ഡേറ്റ പ്രൈവറ്റ് ആണ്, മൈ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് പ്രൈവറ്റ് ആണ്. ഓക്കെ, എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പ്രോഗ്രാം വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, പ്രൈവറ്റും പബ്ലിക്കൊക്കെ ആക്കുകയാണ് ഡേറ്റ മെമ്പേഴ്സിന്. എന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. സോ ടെസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്, അതിൻ്റെ അകത്ത് 3 ഡേറ്റ മെമ്പേഴ്സ് ഉണ്ട്, എ, ബി ആൻഡ് സി. ഓക്കെ, എ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ആക്സസ് സ്പെസിഫയർ ഒന്നും കൊടുത്തില്ലല്ലോ ഇവിടെ. സോ വാട്ട് ഇസ് ദ ആക്സസ് സ്പെസിഫയർ? ഡീഫോൾട്ട് ആക്സസ് ആണ്. എന്താണ് ഡീഫോൾട്ട് ആക്സസ്? ഒന്നും കൊടുത്തില്ലെങ്കിൽ ഡീഫോൾട്ട് ആക്സസ് ആണ്. ഡീഫോൾട്ട് ആക്സസ് നമുക്കറിയാം, ഒരു ഫയലിൻ്റെ അകത്തുള്ള എല്ലാ ക്ലാസ്സസിനും ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ആയി കൊടുക്കുന്ന ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ പേര് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. മെത്തേഡ് വഴി ആക്സസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി പബ്ലിക് കൊടുത്തു കഴിഞ്ഞാലും ഡീഫോൾട്ടിനെ കാട്ടിയും കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആക്സസ് സ്പെസിഫയർ ആണ് പബ്ലിക് ആണെങ്കിൽ ബിറ്റ്വീൻ പാക്കേജസ് പോലും പറ്റും. ബിറ്റ്വീൻ പാക്കേജസ് ക്ലാസ്സസിൻ്റെ ഡേറ്റ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതേസമയം ഡീഫോൾട്ട് ആണെങ്കിൽ വിത്തിൻ ദ പാക്കേജേ പറ്റുള്ളൂ. ഓക്കെ, സോ വിത്തിൻ ദ പാക്കേജ് വിത്തിൻ ദ ഫയൽ ഓൾസോ, ഫയലിൻ്റെ അകത്തുള്ളൊക്കെ ഒരു സിംഗിൾ പാക്കേജിലാണെന്നാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ പബ്ലിക് ആക്സസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഫ്ലെക്സിബിലിറ്റി മാത്രമല്ല, നമ്മൾ ആക്സസ് ഫ്രീ ആക്കി കൊടുത്തിരിക്കുക, എല്ലാവർക്കും ആക്സസ് ചെയ്യാമെന്നുള്ള രീതിയിലാണുള്ളത്. ഇനി സി ഈസ് പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ അതിൻ്റെ ഈ സി എന്ന് പറയുന്ന ആ ഡേറ്റ മെമ്പറിൻ്റെ മുകളിൽ ഡയറക്റ്റ് ആക്സസ് ഉള്ളൂ. പേര് വെച്ചിട്ട്, സി എന്ന് പറയുന്ന പേര് വെച്ചിട്ട് ഡയറക്റ്റ് ആക്സസ് ഈ ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ,
ഇനി നെക്സ്റ്റ് മെത്തേഡ്സ് ആണ്. മെത്തേഡ്സ് 2 മെത്തേഡ്സ് ഉണ്ട്. സെറ്റ് സി എന്ന് പറഞ്ഞ മെത്തേഡും ഗെറ്റ് സി എന്ന് പറഞ്ഞ മെത്തേഡും ഉണ്ട്. സെറ്റ് സി എന്താ ചെയ്യുന്നത്? സീൻ്റെ വാല്യൂ സി എന്ന് പറയുന്ന ഡേറ്റ മെമ്പറിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്ന പണിയാണ് സെറ്റ് സി എന്ന് പറഞ്ഞ മെത്തേഡിനുള്ളത്. അത് ഐ എന്ന് പറയുന്ന വാല്യൂ ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആ ആർഗ്യുമെൻ്റാണ് സിയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ സീൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്ന പണിയാണ് സെറ്റ് സിക്കുള്ളത്. ഓക്കെ, ഇത് നിർബന്ധമായിട്ടും ഇങ്ങനെ ഒരു ഇനീഷ്യലൈസേഷൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം ഇതിൻ്റെ അകത്ത്. ഒന്നുകിൽ കൺസ്ട്രക്ടർ വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇനീഷ്യലൈസിങ് മെത്തേഡ് ഉണ്ടായിരിക്കണം. ബിക്കോസ് ഈ സീൻ്റെ മുകളിൽ ബാക്കി ആർക്കും ആക്സസ് ഇല്ലല്ലോ. ഈ ക്ലാസ്സിലല്ലാതെ വേറെ പുറത്തുള്ള ക്ലാസ്സസിന് ഇത് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടെസ്റ്റ് ടൈപ്പായിട്ട് ടെസ്റ്റിൻ്റെ ടൈപ്പ് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ എയും ബിൻ്റെ മുകളിലും മറ്റുള്ളവർക്ക് ഒക്കെ ആക്സസ് ഉണ്ട്, പക്ഷേ സീൻ്റെ മുകളിൽ ആക്സസ് ഇല്ല. സോ സി നിർബന്ധമായിട്ടും ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്തുള്ള ഒരു മെത്തേഡ് തന്നെ അതിനെ ഇനീഷ്യലൈസ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണം. റൈറ്റ്, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഗെറ്റ് സി എന്ന് പറഞ്ഞാൽ അതായത് സീൻ്റെ വാല്യൂ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും അതേ കാരണം തന്നെ ഗെറ്റ് സി എന്ന് പറഞ്ഞ സീൻ്റെ വാല്യൂ പുറത്തുള്ളവർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പുറത്തുള്ളവർക്ക് ആ സീൻ്റെ വാല്യൂ ഡയറക്റ്റ് അറിയാൻ പറ്റില്ല. സി എന്ന് പറയുന്ന ഡേറ്റാ മെമ്പറിനെ ഡയറക്റ്റ് പേര് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഡിക്ലൈൻഡ് പ്രൈവറ്റ്. ഓക്കെ, അതുകൊണ്ട് ഗെറ്റ് സി എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ദാറ്റ് ആ ഗെറ്റ് സി മെത്തേഡ് വിൽ ഹെൽപ്പ് യു ടു ആക്സസ് ദി വാല്യൂ ഓഫ് സി. സോ ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ ഈ സി എന്ന് പറയുന്ന ഡേറ്റിൻ്റെ മുകളിൽ ആക്സസ് ഉള്ളൂ, ഡയറക്റ്റ് ആക്സസ് ഉള്ളൂ. സോ ഇവിടെ സെറ്റ് സിയും ഗെറ്റ് സിയും ധൈര്യമായിട്ട് അത് ആക്സസ് ചെയ്യാം, ബിക്കോസ് സെറ്റ് സിയും ഗെറ്റ് സിയും ഈ ക്ലാസ്സിൻ്റെ അകത്തുള്ള മെത്തേഡ്സാണ്. ഓക്കെ, ഇനി ഇത് വേറൊരു ക്ലാസ്സാണ്. ഈ സെയിം ഫയലിൻ്റെ അകത്ത് ആക്സസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. നേരത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ആയിരുന്നു, ഇപ്പം ആക്സസ് ടെസ്റ്റ്. രണ്ടും ഒരേ ഫയലിൻ്റെ അകത്താണ്. ഓക്കെ, സോ ഈ ആക്സസ് ടെസ്റ്റിൻ്റെ അകത്ത് മെയിൻ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. മെയിൻ ഫംഗ്ഷൻ വഴിയാണല്ലോ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ടെസ്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഇവിടെ OB എന്നാണ് ഒബ്ജക്റ്റിൻ്റെ പേര്. എന്നിട്ട് OB.A = 10 കൊടുത്താൽ A ഇവിടെ ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്ന കാണാം. OB.A ഇത് പറ്റും, ബിക്കോസ് ഇതെന്തുകൊണ്ട് പറ്റും? A എന്ന് പറയുന്നത് എന്ത് ആക്സസ് ആണ്? ഇവിടെ ഡീഫോൾട്ട് ആക്സസ് ആണ്. ഡീഫോൾട്ട് ആക്സസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് പോലെ തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പക്ഷേ പബ്ലിക്കിൻ്റെ അത്രത്തോളം ഫ്രീ ആക്സസ് കൊടുത്തിട്ടില്ല. പാക്കേജിൻ്റെ അകത്ത് എല്ലാ ക്ലാസ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റാ മെമ്പേഴ്സ് ആക്സസ് ചെയ്യാം. അതായത് പാക്കേജിൻ്റെ അകത്തുള്ള ഡേറ്റാ മെമ്പേഴ്സ് ഒരു ക്ലാസ്സിൻ്റെ ഡേറ്റാ മെമ്പർ, പാക്കേജിൻ്റെ അകത്തുള്ള ഒരു ക്ലാസ്സിൻ്റെ ഡേറ്റാ മെമ്പർ ഡീഫോൾട്ട് ആണെങ്കിൽ ആ പാക്കേജിൻ്റെ അകത്ത് തന്നെയുള്ള മറ്റ് ക്ലാസ്സസിന് ആ ഡേറ്റാ മെമ്പർ ആക്സസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അത് സോ ഞാൻ പറഞ്ഞു ഫയലിൻ്റെ അകത്ത് വരുന്ന എല്ലാ ക്ലാസ്സും ഒരു സിംഗിൾ പാക്കേജിലാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആക്സസ് ടെസ്റ്റ് എന്ന് പറയുന്നതും ഒരു സിംഗിൾ പാക്കേജിൻ്റെ അകത്താണ്. സോ ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്തുള്ള ഈ A എന്ന് പറയുന്ന ഡേറ്റാ മെമ്പർ ആക്സസ് ടെസ്റ്റിൻ്റെ അകത്ത് ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ബിക്കോസ് ദേ ആർ ഇൻ ദ സെയിം പാക്കേജ്. ഓക്കെ, ആൻഡ് A ഈസ് ഓഫ് എൻ്റെ ആക്സസ് സ്പെസിഫയർ ഡീഫോൾട്ടാണ്. ഓക്കെ, സോ OB.A എന്ന് ഇവിടെ കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ബിക്കോസ് A ഈസ് ഡീഫോൾട്ട്. OB.B കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? അതും കുഴപ്പമില്ല. B എന്താണ്? പബ്ലിക്കാണ്. അതിലേക്കാളും ഫ്രീ ആക്സസ് കൊടുത്തിരിക്കുകയാണ് അല്ലേ. വിത്തിൻ പാക്കേജസ് പോലും ഇത് ആക്സസിബിൾ ആണ്. ഓക്കെ, സോ അങ്ങനെ ബിയും ഇങ്ങനെ ആക്സസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇനി ഇത് പറ്റുമോ? ഇത് കമൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ബിക്കോസ് ഇത് കമൻറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇത് എറർ ഉണ്ടാക്കുന്ന കോഡാണ്. ഇത് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എറർ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇത് കമൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, കമൻറ്റ് കാണുന്നില്ലേ? ദിസ് ഈസ് കമൻറ്റിങ്. അങ്ങനെ OB.C = 100 പറ്റില്ല, ബിക്കോസ് OB.C എന്ന് പറയുമ്പോൾ C എന്ന് പറയുന്നത് പ്രൈവറ്റ് ആക്സസ് അല്ലേ. പ്രൈവറ്റ് ആക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ അതിന് ആക്സസ് ഉള്ളൂ എന്ന്, റൈറ്റ്. അതുകൊണ്ട് ഈ സീനെ നമുക്ക് ആ ക്ലാസ്സിൻ്റെ പുറത്തുള്ള ക്ലാസ്സാണല്ലോ ഈ ആക്സസ് ടെസ്റ്റ് എന്ന് ടെസ്റ്റിൻ്റെ പുറത്തുള്ള ക്ലാസ്സാണ് ആക്സസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സാണ്. ആക്സസ് ടെസ്റ്റ് ഈ ക്ലാസ്സാണ്, റൈറ്റ്. ആക്സസ് ടെസ്റ്റിൻ്റെ അകത്ത് നിന്ന് C ആക്സസ് ചെയ്യാൻ പറ്റില്ല, എററായിരിക്കും. ഓക്കെ, സോ ഇത് കമൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് അതുകൊണ്ടാണ്. കമൻറ്റ് നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ കമ്പൈൽ ചെയ്ത് നോക്കിയാൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എറർ കിട്ടും. ഓക്കെ, സോ C ആക്സസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വഴിയേ ഉള്ളൂ. ആക്സസ് ടെസ്റ്റിൻ്റെ അകത്തുനിന്ന് C ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തേ ഉള്ളൂ?
ടെസ്റ്റിൻ്റെ മെത്തേഡ് വിളിക്കുക. അതായത് ഒ ബി ഒബ്ജക്റ്റ് ടെസ്റ്റ് ടൈപ്പ് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയല്ലോ, set c സെറ്റ് സി വെച്ചിട്ട് സി ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കാനാണല്ലോ ശ്രമിച്ചത് ഇവിടെ. അത് പറ്റില്ല, ഇങ്ങനെ ഡയറക്റ്റ് പറ്റില്ല, മെത്തേഡ് വഴി പറ്റും. സെറ്റ് സി എന്ന് പറയുന്ന മെത്തേഡ് വിളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് നിങ്ങൾ 100 എന്ന് പറഞ്ഞ എന്ത് വാല്യൂം പാസ് ചെയ്ത് കൊടുത്തോളൂ, കുഴപ്പമില്ല. ഇവിടെ ആ 100 എത്തിയിട്ട് ഇവിടെ ഈ 100 സിയിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തോളും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ സി എന്ന് പറയുന്ന പേര് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ OB.A ആക്സസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഡീഫോൾട്ട് ആക്സസ് ലെവലാണ്. OB.B ആക്സസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഇറ്റ് ഈസ് പബ്ലിക് അല്ലേ. പിന്നെ ഇവിടെ നിങ്ങൾ OB.C അല്ല, OB.getC ആണ്. അതായത് ഇത് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാനാണ് കേട്ടോ. എൻ്റെയും ബിൻ്റെയും സീൻ്റെയും ഒക്കെ വാല്യൂ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാനാണിത്. എൻ്റെയും ബിൻ്റെയും വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. പക്ഷേ സീൻ്റെ വാല്യൂ അങ്ങനെ പറ്റില്ല. സീൻ്റെ വാല്യൂ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ഇതിൻ്റെ മെത്തേഡിനെ ഡിപ്പെൻഡ് ചെയ്യണം. എന്താണ് മെത്തേഡ്? ഇവിടെ getC എന്ന് പറഞ്ഞ മെത്തേഡ് നമുക്ക് സീൻ്റെ വാല്യൂ തിരിച്ചു തരും. എന്താണോ സീൻ്റെ വാല്യൂ അത് നമുക്ക് തരും. സോ ഇവിടെ കാണാം OB.getC മെത്തേഡാണ് വിളിച്ചത്. OB.C എന്ന് ഇവിടെ കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഇത് എറർ തരും, കമ്പൈലേഷൻ എറർ വരും. OB.getC വെച്ചിട്ട് മെത്തേഡ് വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. മെത്തേഡിൻ്റെ ആക്സസ് സ്പെസിഫയർ ഇവിടെ എന്താ, ഡീഫോൾട്ടാണ്. കണ്ടോ, ഇവിടെ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ദീസ് ടു ആർ ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ആണ്. സോ ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ നമുക്കറിയാം എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന്. അത് വിത്തിൻ എ പാക്കേജ് ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ആണെങ്കിൽ വിത്തിൻ എ പാക്കേജ് അവർക്ക് തമ്മിൽ ആക്സസ് ഉണ്ട്. സോ എന്തായാലും ആക്സസ് ടെസ്റ്റിൻ്റെ അകത്തുനിന്ന് സെറ്റ് സിയും getC ഒക്കെ വിളിക്കാൻ പറ്റുന്നത് തന്നെ അതുകൊണ്ടാണ്. സെറ്റ് സി getC ഒക്കെ വിളിക്കാൻ പറ്റുന്നത് തന്നെ സെറ്റ് സിയും getCൻ്റെയും ആക്സസ് സ്പെസിഫയർ ഡീഫോൾട്ട് ആയതുകൊണ്ടാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് അബൌട്ട് ആക്സസ് സ്പെസിഫയേഴ്സ്. നമ്മൾ ഇനി കൂടുതൽ ഇനി അടുത്ത ഇൻഹെറിറ്റൻസ് ഒക്കെ പഠിക്കുമ്പം ഇതിലും കുറച്ച് കൂടുതൽ പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന ആക്സസ് സ്പെസിഫയറിനെ കുറിച്ചൊക്കെ പഠിക്കും. കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഒന്ന് ഈ പ്രോഗ്രാമൊക്കെ ഒന്ന് റൺ ചെയ്തിട്ടൊക്കെ നോക്കിക്കോളൂ. ഓക്കെ, to get an idea about what we have discussed. Okay, thank you.